തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കാം. ദോശയാവും, അപ്പമാവും, ഇഡ്ഡലിയാവും, ഏത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരാഹാരമാണിത്. അരിയാഹാരം കുറയ്ക്കണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അരി ഇതിനകത്ത് വളരെ കുറവുള്ളൂ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഇത് നമ്മൾ രാഗിയാണ്. രാഗിയുടെ പൊടി കൊണ്ടും ഇത് ഉണ്ടാക്കാം. പക്ഷേ പൊടിയേക്കാളും ഒന്നും കൂടി നല്ലതും ആരോഗ്യത്തിന് നല്ലതും ഇങ്ങനെ ഈ രാഗി നനച്ചുണ്ടാക്കുന്നതാണ്. ഇവിടെ 2 ഗ്ലാസ് രാഗി എടുത്തു. അതിന് നമ്മൾ ഇടാൻ പോണത് 1/2 ഗ്ലാസ് അരിയാണ്. അര ഗ്ലാസ് അരി ഇട്ടു. കാൽ ഗ്ലാസ് ഉഴുന്നിട്ടു. ഇനിയും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ആഹാരം ഉലുവയാണ്. ആർക്കും ഏത് പേഷ്യൻറ്റിനും കഴിക്കാൻ പറ്റിയൊരു വസ്തുവാണ് ഉലുവ. നമ്മളിതിനകത്തേക്ക് 1 സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ 2 സ്പൂൺ ഇടുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ഇടുകയാണ്. നമ്മളിത് വെളുത്ത വെള്ളം വരുന്നത് വരെ ഇത് കഴുകണം. കാരണം എന്താ, രാഗിയിൽ അപ്പടിയും പൊടിയുണ്ടാവും. അത് കാരണം വളരെ നീറ്റായിട്ട് കുറേ പ്രാവശ്യം കഴുകി. ഇത് കണ്ടോ, പൊടിയുണ്ട് ഇതിനകത്ത്. ഈ പൊടി പോയി തീരുന്നത് വരെയും കഴുകണം. ഇപ്പോൾ നമ്മൾ പലവട്ടം കഴുകി ക്ലീനായിട്ട് നിറയെ വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കുക. ഇത് നമ്മൾ 8 മണിക്കൂർ നനച്ച് വയ്ക്കണം. കാരണം ഇത് പുളിച്ചു പോകാനുള്ള വസ്തുക്കൾ നമ്മളൊന്നും ചേർക്കണില്ല. അതായിട്ട് തന്നെ പുളിച്ചു പോകണം. അത് കാരണം 8 മണിക്കൂർ നമ്മൾ നനച്ച് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ ദോശമാവ്, രാഗി അരിയുള്ള ദോശമാവ് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച് 8 മണിക്കൂർ കഴിഞ്ഞു. ശരിക്കും അത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ ഈ രീതിയിൽ അത് നമ്മൾ അരച്ച് വെച്ച്. ഈ മാവ് നമുക്ക് ദോശയായിട്ടും അപ്പമായിട്ടും ഇഡ്ഡലിയായിട്ടും ഉണ്ടാക്കാം. നമ്മൾ ഈ മാവ് അധികം നൈസായിട്ട് അരക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് തരിയായിട്ടാണ് ഇത് അരച്ചേക്കണത്, നൈസാക്കിയിട്ടില്ല. നമുക്കൊരു പണി ചെയ്യാം. നമുക്കിതിനൊരു കറി ഉണ്ടാക്കാം. ഉണ്ടാക്കുന്ന കറി രാഗി ദോശയ്ക്കും ആവും, ചപ്പാത്തിക്കും ആവും, പൂരിക്കും ആവും. ഇത് ബേബി കോണാണേ. ഇത് കുറച്ച് 2 ദിവസത്തെ പഴക്കം ചെന്നു, എന്നാലും കുഴപ്പമില്ല. തൊണ്ടുള്ളതും ഉണ്ട്, തൊണ്ടില്ലാത്തതും ഉണ്ട്. ഇത് നമ്മളിങ്ങനെ, ഇതാണ് ഏറ്റവും നല്ലത് അതിനേക്കാളും.
ഇതിങ്ങനെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെയും കിട്ടും. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ളത്. കഴുകി ക്ലീനാക്കി കൊണ്ടുവരാം. ഇത് കഴുകി വച്ചേക്കണതാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമുക്ക് കഴുകി കൊണ്ടുവരാം. നമ്മളിതിൻ്റെ തലയും വാലും ഒക്കെ കുറച്ച് കണ്ടിച്ച് കളയാം. ഇതിൻ്റെ ചേരുവകൾ ബേബിക്കോൺ, സവാള, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കശുവണ്ടി. ഇനി നമുക്ക് വേണ്ടത് എണ്ണ, കറി മസാലപ്പൊടി, കരിവേപ്പിലയും വേണം. അത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂടുന്തോറും സവാളയുടെയും തക്കാളിയുടെയും അളവ് കൂട്ടണം. ഇതിൻ്റെ അളവ് കുറയും തോറും ഇതിൻ്റെ അളവ് കുറച്ചെടുക്കാം. സാധാരണ ഒരു ടൊമാറ്റോയും ഒരു സവാള ആവശ്യമുള്ളൂ. പക്ഷെ ഞാനിവിടെ അധികം എടുത്തത് കാരണം 2 സവാള 2 ടൊമാറ്റോ എടുത്തു. അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കാം. നമ്മുടെ നീളത്തിലോ അല്ലെങ്കിൽ ഇനി ഇതിനെ 2 or 3 പീസായിട്ടോ മുറിക്കാം കേട്ടോ. നമ്മൾ ബേബിക്കോൺ ഈ രീതിയിൽ അരിഞ്ഞെടുത്തു. ടൊമാറ്റോയും സവാളയും അരിഞ്ഞു വെച്ചു. നമുക്കിനി ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു, കടായി അടപ്പത്ത് വെച്ചു. ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ ഏത് എണ്ണ ഉപയോഗിക്കുമോ ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. നമ്മുടെ എണ്ണ ചൂടായി. ഞാൻ 1 സ്പൂൺ ജീരകം ഇതിനകത്ത് ഇടുക. ദേ അളന്നില്ല. അപ്പോൾ നമ്മുടെ ജീരകം പൊട്ടി വന്നു. നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളി ഇടുക. ശരിക്കും ഇതിൻ്റെ സവാള ഇട്ട് സവാള വാടി വരുമ്പോൾ ടൊമാറ്റോ ഇടണം. ഞാൻ എളുപ്പത്തിന് വേണ്ടി 2 ഒന്നിച്ചിട്ടതാണ് കേട്ടോ. ചെറിയ തീയിൽ വഴറ്റണം. നമ്മളിതിലേക്ക് ഉപ്പിടാം. എന്താണെന്ന് വെച്ചാൽ വേഗം വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിടണതാണ്. മൊത്തത്തിൽ ഉപ്പിടാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും വാടി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വഴന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറിയാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ നമ്മുടെ മസാല മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. സവാള, ടൊമാറ്റോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മളിത് വഴറ്റി മാറ്റി വയ്ക്കുക. ചൂടാറിയിട്ട് നമ്മളിതൊന്ന് മെല്ലെ അരച്ചെടുക്കണം. നമ്മൾ വീണ്ടും അതേ കടായി തന്നെ തേച്ച് കഴുകി അടുപ്പത്ത് വയ്ക്കുക. കാരണം എന്താ, 2 കടായി തേക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒരെണ്ണം തന്നെ മതി നമുക്ക്. ദേ ഇനി നമ്മളിതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. നമ്മൾ ഈ ബേബിക്കോൺ ഇതിലേക്ക് ഇടുക കേട്ടോ. ഇത് നമ്മളില്ല ചെറിയ തീയിലേ വേവിക്കാവൂ. കാരണം നിറം മാറാൻ പാടില്ല. എന്നാൽ അത്
ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വാട്ടിയെടുക്കണം. നിറം മാറാണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബേബി കോൺ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബേബി കോൺ വാടിയിട്ടുണ്ട്. ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ചെറിയ തീയിൽ തിളയ്ക്കണം. തിളച്ച് വേവട്ടെ കേട്ടോ. നമുക്കിത് കറി റെഡിയാകുമ്പോഴത്തേക്കും ദോശ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കുറച്ച് അപ്പം ഉണ്ടാക്കാം, എന്നിട്ട് ദോശ ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ അപ്പം റെഡിയായി. നമുക്ക് എടുക്കാം കേട്ടോ. അതെ, ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 കശുവണ്ടി നനച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ അരച്ചെടുത്തു. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അതെ, കശുവണ്ടി ഒഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ചെറിയ പൊടിക്കൈകളുണ്ട്, കാണിക്കാം. ഞാനൊരു 1/2 സ്പൂൺ കഷ്ടിച്ച് കുരുമുളക് പൊടി ഇടുക കേട്ടോ ഇതിൽ. അര സ്പൂൺ കറി മസാലപ്പൊടി ഇടുക. നമ്മൾ ഈ സ്റ്റൗ കിടത്തി ഓഫ് ചെയ്യും. ഒരു സ്പൂണിൻ്റെ അത്രയും കസൂരി മേത്തി ഇടുക അതിനകത്ത്. നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക കേട്ടോ. അതെ, നമ്മൾ അപ്പം ഉണ്ടാക്കി രാഗി മാവ് കൊണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. എനിക്ക് എണ്ണ ഇഷ്ടമായത് കാരണം ഞാൻ എണ്ണ ഒഴിക്കാം കേട്ടോ. അതെ, ഇതുണ്ടല്ലോ, ഇതിൻ്റെ നിറവും ഭംഗിയും ഒന്നും നോക്കണ്ട. ഇത് ആരോഗ്യകരമായൊരു ദോശയും അപ്പവും ഇഡലിയൊക്കെയാണ്. ഷുഗറുള്ളവർക്ക് നല്ല ആഹാരമാണിത്. അരി ഇതിനകത്ത് 1 പിടി അരിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ബേബി കോൺ കറിക്ക് ചപ്പാത്തി നല്ല മാച്ചാണ്. നമുക്കത് 2 ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കോൺ കറിക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? റാഗി ദോശ ഉണ്ടാക്കി, റാഗിയുടെ അപ്പം ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കുക. ചപ്പാത്തിയിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എനിക്ക് എണ്ണയില്ലാത്ത ഒരു പരിപാടിയില്ല. അതുകാരം ഞാൻ ഇത്തിരി എണ്ണ ഒഴിക്കട്ടെ കേട്ടോ. അതെ,
ഇത് എണ്ണയില്ലാത്ത ചപ്പാത്തി കേട്ടോ, എണ്ണ ഒഴിച്ചിട്ടില്ല. ഇപ്പം നമ്മളുടെ രാഗി വിഭവങ്ങൾ റെഡിയായി. രാഗിയുടെ അപ്പം, ദോശ, ചപ്പാത്തി ഗോതമ്പാണ്, പിന്നെ നമ്മുടെ ബേബിക്കോൺ കറി. ആരോഗ്യകരമായൊരു ആഹാരമാണ്. നാളെ നമുക്ക് രാഗി കൊണ്ടുള്ള ഇഡ്ഡലി, തമിഴ്നാട്ടിലെ കിള്ളി സാമ്പാറും ഉണ്ടാക്കാം കേട്ടോ.